ബ്രേക്ക് ത്രൂ കൊടുത്തതായ കർത്താവ് എന്റെ ജീവിതത്തിലെ ബ്രേക്ക് ത്രൂ തരുമെന്ന് വിശ്വസിക്കുന്ന ഒരു കരങ്ങളിൽ സ്തോത്രം ചെയ്യാണ്. ഇടയായി തീർന്നു. 1 തീമോഥെയോസ് ലേഖനം 1-ാം അധ്യായം അതിന്റെ 1 പൗലോസ് പറയുന്നുണ്ട്, നമ്മുടെ പ്രത്യാശയായ ക്രിസ്തു. പൗലോസ് തീമോഥെയോസിന് എഴുതുകയാണ്, തീമോഥെയോസേ, നമ്മുടെ ക്രിസ്തു എന്തുമാണ്? നമ്മുടെ പ്രത്യാശയാണ്. ഹല്ലേലൂയ. എന്റെ നിന്റെ പ്രത്യാശയാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. പൗലോസ് ഒത്തിരി കാര്യങ്ങൾ തീമോഥെയോസിന് എഴുതിയെങ്കിൽ തന്നെയും ഹല്ലേലൂയ ഒരു കാതലായ കാര്യം പൗലോസ് തീമോഥെയോസിന് പറയുകയാണ്. ഹല്ലേലൂയ, നമ്മുടെ പ്രത്യാശയായ ക്രിസ്തു. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രത്യാശയായ ക്രിസ്തുവിന് കരങ്ങളുയർത്തി നമുക്ക് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. 1 പത്രോസ് ലേഖനം 1-ാം അധ്യായം അതിന്റെ 3 നമ്മൾ വായിക്കുന്നു. പ്രത്യാശയുടെ അപ്പോസ്തലനായ പത്രോസ് പറയുന്നത് ഇത് ജീവനുള്ള പ്രത്യാശയുണ്ടെന്ന് വായിക്കാം. 1 പത്രോസ് ലേഖനം 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം. ഹല്ലേലൂയ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്താൽ തന്റെ കരുണാധിക്യ പ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി. അപ്പോൾ നമ്മളെ എന്തുവാണ്? ജീവനുള്ള പ്രത്യാശ. അപ്പോൾ ഈ പ്രത്യാശയെ കുറിച്ച് പത്രോസ് പറയുന്നത് ഇത് സാധാരണ ഒരു പ്രത്യാശയല്ല. ഈ പ്രത്യാശയുടെ പേര് പത്രോസ് പറയുന്നത് ഇത് ജീവനുള്ള പ്രത്യാശയാണ്. കാര്യം, പരദേശികളായി ചിതറിപ്പാർക്കുന്നതായ ഹല്ലേലൂയ കഷ്ടതകളിലും പീഡനങ്ങളിലൂടെ കടന്നു പോകുന്നതായ ദൈവമക്കൾക്ക് പത്രോസ് അഡ്രസ് ചെയ്യുകയാണ്. ഹല്ലേലൂയ. നീറോയുടെ സമയത്ത് വലിയ പ്രതികൂലം ക്രിസ്തീയ ഹല്ലേലൂയ സഭ അവിടെ അനുഭവിക്കാൻ ഇടയായിത്തീർന്നു. വലിയ ക്രൂരമായി അവർ ഉപദ്രവിക്കപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്നു. അപ്പോൾ പൗലോസ് ഹല്ലേലൂയ പത്രോസ് ഒരു പ്രത്യാശയുടെ ദൂത് അവർക്ക് കൊടുക്കുകയാണ്. ഹല്ലേലൂയ, നിങ്ങൾ അറിഞ്ഞിരിക്കുന്നതായ ഹല്ലേലൂയ ക്രിസ്തു ജീവനുള്ള പ്രത്യാശ നിങ്ങൾക്ക് തരും. ഈ കഷ്ടതയിൽ എന്തുവാണ്? ഹല്ലേലൂയ, ഈ ജീവനുള്ള പ്രത്യാശ നിങ്ങളെ ശക്തീകരിക്കും, നിങ്ങളെ ബലപ്പെടുത്തുമെന്ന് പത്രോസ് ഇവിടെ പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. 2 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായം അതിന്റെ 16 പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയപ്പോൾ പറയാണ് ഇത് നല്ല പ്രത്യാശയാണ്. ഈ പ്രത്യാശയുടെ പേര് തെസ്സലോനിക്കർ എഴുതുമ്പോൾ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന പ്രത്യാശ എന്തുവാണ്? ഒരു നല്ല ഹല്ലേലൂയ പ്രത്യാശ. ഈ നല്ല പ്രത്യാശ നമുക്ക് തന്നതിനായി നമ്മുടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. പലരും പല പ്രതീക്ഷകള് പ്രത്യാശകള് നമുക്ക് തരും. എന്നാൽ കർത്താവിൽ ലഭിക്കുന്ന പ്രത്യാശയുടെ പേരെന്തുവാണ്? നല്ല പ്രത്യാശയാണ്. ഒരു മായമില്ലാത്തതായ, കളങ്കമില്ലാത്തതായ, അല്പം ഫോഷ്കില്ലാത്തതായ, ഹല്ലേലൂയ ഒരു മറിമായും ഇല്ലാത്തതായ പ്രത്യാശയാണ് നമ്മുടെ കർത്താവ് തരുന്ന പ്രത്യാശ. അതുകൊണ്ടാണ് തെസ്സലോനിക്കരോട് പറഞ്ഞത് ഇത് നല്ല പ്രത്യാശയാണെന്ന്. അതുകൊണ്ട് പൗലോസ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു താനും നമ്മെ സ്നേഹിച്ച നിത്യശ്വാസവും നല്ല പ്രത്യാശയും കൃപയാലെ നൽകിയിരിക്കുന്ന നമ്മുടെ പിതാവായ ദൈവവും. ഹല്ലേലൂയ. എന്നാൽ തീത്തോസിന്റെ ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് തീത്തോസ് പറഞ്ഞു. 1:2 വായിക്കും. 1:2 തീത്തോസിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം. തന്റെ വചനം വെളിപ്പെടുത്തിയ ഭോഷ്കില്ലാത്ത ദൈവം സകല കാലത്തിന് മുമ്പേ വാഗ്ദത്തം ചെയ്ത നിത്യജീവന്റെ പ്രത്യാശ ഹേതുവായി. അപ്പോൾ തീത്തോസോട് പറയാണ് ഈ പ്രത്യാശയെ കുറിച്ച് പറയുന്നത് നിത്യജീവന്റെ പ്രത്യാശയാണ്. ഹല്ലേലൂയ. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായം അതിന്റെ 12 നമ്മൾ വായിക്കുമ്പോൾ വീണ്ടും ഹല്ലേലൂയ തീത്തോസ് പറയുന്നു വായിച്ചാട്ടെ. പൗലോസ് തീത്തോസിനോട് പറയുന്നത് വായിച്ചാട്ടെ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് മതി. അവിടെ വരെ നിർത്തിക്കോ. അവിടെ തീത്തോസ് പറയാണ് 2:12 ഈ പ്രത്യാശയെ കുറിച്ച് ഇത് ഭാഗ്യകരമായ ഒരു പ്രത്യാശയാണ്. ഹല്ലേലൂയ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ട് മഹാദൈവവും നമ്മുടെ രക്ഷിതമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ടിരിക്കുന്ന ഈ ദൈവത്തിന്റെ മക്കളാണ്. നമ്മുടെ കർത്താവ് പ്രത്യക്ഷപ്പെടുവാൻ പോവുകയാണ്. ഒരു വലിയ പ്രത്യാശ നമ്മുടെ കർത്താവ് തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ പ്രത്യാശയെ വിളിക്കുന്നത് ഇതൊരു ഭാഗ്യകരമായ പ്രത്യാശയാണ്. നമ്മുടെ കർത്താവ് പ്രത്യക്ഷപ്പെടും. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് നമ്മളെ ചേർക്കും. അത് ഓരോ ദൈവ പൈതലിനും തന്നിരിക്കുന്ന വലിയ പ്രത്യാശ. നമ്മുടെ കർത്താവ് പോയതുപോലെ മടങ്ങി വരും. ഹല്ലേലൂയ. ആ ഒരു
വലിയ പ്രത്യാശ കർത്താവ് നമുക്ക് തന്നിരിക്കുന്നതിനായി ദൈവമക്കളെ നമ്മുടെ കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ആരും കർത്താവ് തന്നതുപോലെ ഒരു പ്രത്യാശ ഹല്ലേലൂയ ഒരു നേതാക്കന്മാരും ഹല്ലേലൂയ ഒരു ഹല്ലേലൂയ രാഷ്ട്രീയ നേതാക്കന്മാരോ അല്ലെങ്കിൽ ഹല്ലേലൂയ ഒരു ലോകത്തിലുള്ളതായ ഒത്തിരി രാജാക്കന്മാർ ജീവിച്ചിട്ടുണ്ട്, ഒത്തിരി രാഷ്ട്രീയ നേതാക്കന്മാർ ജീവിച്ചിട്ടുണ്ട്, മതഭക്തന്മാര് ജീവിച്ചിട്ടുണ്ട്. അവരാർക്കും എന്തുവാണ് ഹല്ലേലൂയ ഇങ്ങനൊരു പ്രത്യാശ തരുവാൻ സാധിച്ചിട്ടില്ല. എന്നാൽ നമ്മുടെ കർത്താവിന് മാത്രമേ ഇങ്ങനെയുള്ളതായ ഒരു പ്രത്യാശ, ഭാഗ്യകരമായ ഒരു പ്രത്യാശ, നമ്മുടെ കർത്താവ് ഹല്ലേലൂയ മടങ്ങി വരുമെന്നുള്ളതായ ആ വലിയ പ്രത്യാശ നമുക്കുണ്ട്. ആ പ്രത്യാശയാണ് നമ്മളെ കർത്താവിന് വേണ്ടി ജീവിക്കുവാനായിട്ട് ഒരു ദൈവ പൈതലിനെ പ്രേരിപ്പിക്കുന്നത്. എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കർത്താവിന്റെ മടങ്ങി വരവാണ്. ഹല്ലേലൂയ. എബ്രായ ലേഖനം 10-ാം അധ്യായം അതിന്റെ 23 നമ്മൾ വായിക്കുമ്പോൾ ഈ പ്രത്യാശയെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: ഈ പ്രത്യാശയുടെ സ്വീകാരം മുറുകെ പിടിച്ചു കൊള്ളുക, വാഗ്ദത്തം ചെയ്തവന് വിശ്വസ്തനല്ലോ. അപ്പോൾ ഈ പ്രത്യാശയുടെ സ്വീകാര്യം മുറുകെ പിടിച്ചു കൊള്ളുക, വാഗ്ദത്തം ചെയ്തവന് വിശ്വസ്തനല്ലോ. അപ്പോൾ കർത്താവ് ചിലപ്പോൾ വാഗ്ദത്തങ്ങള് എനിക്കോ നിങ്ങൾക്കോ തന്നിട്ടുണ്ടെങ്കിൽ എന്തുവാണ്, പ്രത്യാശയോടെ നമ്മൾ അതിനെ മുറുകെ പിടിക്കണം. ഇന്നല്ലെങ്കിൽ നാളെ ഹല്ലേലൂയ ആ കർത്താവ് പറഞ്ഞതായ ആ വാഗ്ദത്തം നടക്കുമെന്നുള്ളതായ ആ പ്രത്യാശ ദൈവമക്കൾക്ക് വേണം. പലപ്പോഴും സാത്താൻ കടന്നു വന്ന് നമ്മുടെ ചെവിയില് മന്ത്രിക്ക് ഒത്തിരി പ്രാവശ്യം പ്രാർത്ഥിച്ചു, ഒത്തിരി ഉപസിച്ചു, ഹല്ലേലൂയ അനേക വർഷങ്ങളായി കാത്തിരിക്കുന്നു. എന്നാൽ പ്രിയമുള്ളവരെ, ഇന്ന് പോൽക്കാലം ഹല്ലേലൂയ അങ്ങനെ നമ്മൾ ചിന്തിക്കേണ്ടതായ ആവശ്യമില്ല. കർത്താവ് വാഗ്ദത്തം ചെയ്തുവെങ്കിലേ അത് നിവർത്തിപ്പാന് കർത്താവ് ശക്തനായ കർത്താവാണ്. ഈ പ്രത്യാശയുടെ സ്വീകാര്യം നമ്മൾ മുറുകെ പിടിച്ചാൽ മാത്രം മതി. ഇന്നല്ലെങ്കിൽ എന്തുവാണ്, നാളെ അത് സംഭവിക്കും, അത് നടക്കുമെന്നുള്ളതായ പ്രത്യാശയിൽ ദൈവമക്കൾ എന്തുവാണ് പ്രാർത്ഥിക്കണം. ദൈവമക്കളെ പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യാശയോടുകൂടി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഇന്നല്ലെങ്കിൽ നാളെ അത് സംഭവിക്കും. ഇന്നല്ലെങ്കിൽ നാളെ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി അത് ചെയ്യും. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചെയ്യും, എൻ്റെ കുടുംബത്തിന് വേണ്ടി ചെയ്യും, സഭയ്ക്ക് വേണ്ടി ചെയ്യും, എനിക്ക് വേണ്ടി ചെയ്യും എന്നുള്ളതായ പ്രത്യാശയോടെ പ്രാർത്ഥിക്കണം. ഈ പ്രത്യാശയും വിശ്വാസവും ഒക്കെ എന്തുവാണ്, ഒന്നിച്ചു പോകുന്നതായ ഒരു കുടുംബത്തിന്റെ അംഗങ്ങൾ തന്നെ ആണ് എന്ന് നമുക്ക് പറയാം. പ്രാർത്ഥിക്കുമ്പോൾ ദൈവമക്കൾ ഉണ്ടായിരിക്കേണ്ടതായ ഹല്ലേലൂയ ഒന്നാണ് പ്രത്യാശ. ഹല്ലേലൂയ. പ്രത്യാശയോടെ ദൈവമക്കൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അതാണ് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. എബ്രായർ 7:19 പൗലോസ് വീണ്ടും എബ്രായ ക്രിസ്ത്യൻസിനോട് പറഞ്ഞു, ഇത് ഏറെ നല്ല പ്രത്യാശ, ബെറ്റർ ഹോപ്പ് എന്നാണ് അവിടെ ഇംഗ്ലീഷിൽ എഴുതി വെച്ച്. ഇത്ര നല്ല ബെറ്റർ ഹോപ്പ്, ഇത്ര നല്ല പ്രത്യാശ നമുക്ക് തന്നതായ നമ്മുടെ കർത്താവിനെ നമ്മൾ നന്ദിയോടെ സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയ. എന്നാൽ എബ്രായർ 6:19 വരുമ്പോൾ ഹല്ലേലൂയ പൗലോസ് ഒരു കാര്യം പറയാണ്, പ്രത്യാശയുടെ നങ്കൂരത്തെ കുറിച്ച്, അല്ലെങ്കിൽ ആങ്കർ ഓഫ് ഹോപ്പിനെ കുറിച്ച് പൗലോസ് വളരെ വ്യക്തമായി അവിടെ പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. എബ്രായ ലേഖനം 6-ാം അധ്യായം അതിന്റെ 19-ാം വാക്യം വായിക്കും. ആ പ്രത്യാശ നമുക്ക് ആത്മാവിന്റെ ഒരു നങ്കൂരം തന്നെ. ഈ പ്രത്യാശ നമുക്ക് നമ്മുടെ ആത്മാവിന് നങ്കൂരമാണ് എന്ന് ഇവിടെ പറയുന്നത്. ആങ്കർ ഓഫ് ഹോപ്പ് ഉലയുന്ന ഒരു കപ്പലിനെ പിടിച്ചു നിർത്തുന്നത് നങ്കൂരമാണ്. കപ്പലിലൊക്കെ യാത്ര ചെയ്തവർ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഹല്ലേലൂയ നങ്കൂരം ഇരിക്കുന്നത്. ഇപ്പോൾ ബോട്ട് വലിയൊരു ബോട്ടാണെങ്കിലും അതിലും നങ്കൂരം കാണും. ഹല്ലേലൂയ. ഹല്ലേലൂയ ഒരു കാറ്റടിക്കുന്നു, അല്ലെങ്കിൽ കപ്പലിന് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നില്ല എങ്കിൽ അവരെ അവിടെ നങ്കൂരം എടുത്തിട്ട് ഒരു വി ഷേപ്പിലുള്ളതായ വലിയൊരു മെറ്റൽ പീസാണ്, വളരെ ഭാരമാണ്. അത് തൊടയിലെ തൂക്കിയിട്ടിരിക്കുകയാണ്. അത് വെള്ളത്തിലേക്ക് അവരെ ഇറക്കും. അങ്ങനെ ആ നങ്കൂരം താഴെ ചെന്ന് മുട്ടും ഹല്ലേലൂയ ആ സർഫേസില്. അപ്പോൾ ആ കപ്പലിനെ അവിടെ ശാന്തമായി പിടിച്ച് നിർത്തുന്നത് നമുക്ക് കാണുവാൻ എന്ന് പറഞ്ഞതുപോലെ ഹല്ലേലൂയ നമ്മൾ ഈ ലോകത്തിലെ ഞാനും നീയും ജീവിക്കുമ്പോൾ കാറ്റുകളെ തിരമാലകളെ അടിക്കും. എന്നാൽ പ്രിയമുള്ളവരെ ഹല്ലേലൂയ അതിന്റെ മധ്യത്തിലെ കർത്താവ് നമുക്ക് തന്നിരിക്കുന്നതായ ആങ്കർ, അല്ലെങ്കിൽ ഹല്ലേലൂയ കർത്താവ് നമ്മൾ തന്നിരിക്കുന്നതായ നങ്കൂരത്തിന്റെ പേരാണ് പ്രത്യാശ എന്ന് പറയുന്ന ഈ നങ്കൂരം. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രശ്നങ്ങള് ഹല്ലേലൂയ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. ഇന്നത്തെ പ്രശ്നമല്ല നാളത്തെ പ്രശ്നം. ഹല്ലേലൂയ. കഴിഞ്ഞ മാസം അഭിമുഖീകരിച്ചതായ പ്രശ്നമല്ലായിരിക്കും ഈ ആഴ്ച നമ്മൾ അഭിമുഖീകരിച്ചിരിക്കുന്നത്. പ്രശ്നങ്ങള് മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. പ്രശ്നത്തിന് ചിലപ്പോൾ ഹല്ലേലൂയ വലിപ്പം കൂടാം, വലിപ്പം കുറയാം. എന്നാൽ അതിന്റെ മധ്യത്തില് ഒരു ദൈവ പൈതലിനെ പിടിക്കുവാന്, ഒരു ദൈവത്തിനെ ശാന്തമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് കർത്താവ് തന്നിരിക്കുന്നതായ നങ്കൂരം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ നങ്കൂരത്തിന്റെ പേരാണ് പ്രത്യാശ എന്ന് പറയുന്ന നങ്കൂരം.
ആ പ്രത്യാശ പറയുന്നതായ ആ നങ്കൂരം എന്തുവാണ്? ഹല്ലേലൂയ, നമ്മൾ ഉപയോഗിക്കണം. ഒരു കപ്പലിൽ നിന്ന് ഹല്ലേലൂയ ഒരു നങ്കൂരം, ഒരു ഇരുമ്പ് കഷ്ണം എടുത്തിട്ട് ആ കപ്പലിനെ ശാന്തമായി നിർത്തുന്നത് പോലെ ഹല്ലേലൂയ കോളിളക്കങ്ങള്, കാറ്റ്, ഏറ്റവും വേലി ഇറക്കവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുമ്പോൾ ഹല്ലേലൂയ നമുക്ക് തന്നിരിക്കുന്നതായ പ്രത്യാശയുടെ നങ്കൂരം നമ്മളൊന്ന് ഇടണം. ഹല്ലേലൂയ, ആ പ്രത്യാശയുടെ നങ്കൂരം നമ്മളൊന്ന് ഇറക്കുന്നുവെങ്കിൽ, നമ്മൾ ഇടുന്നുവെങ്കിൽ പ്രിയമുള്ളവരെ ഹല്ലേലൂയ, നമ്മുടെ പ്രശ്നങ്ങളെ ഈ കാറ്റടിക്കുമ്പോൾ കാർമേഘ ബന്ധമാണ് ഹല്ലേലൂയ മാറുന്നത് പോലെ തന്നെ ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മൾ അഭിമുഖീകരിക്കുന്നതായ പ്രശ്നങ്ങളെ മാറുന്നത് എനിക്ക് നിനക്കും കാണുവാൻ സാധിക്കും. എത്ര വിശ്വസിക്കുന്ന കരം കൊള്ളത്തെ കർത്താവിന് ഒന്ന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രത്യാശ ഉള്ളത് കൊണ്ടാണ് ഞാനും നീയും എന്താണ് മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് സാധിക്കും. നമുക്ക് 43 സങ്കീർത്തനം എടുക്കാം. 43 സങ്കീർത്തനം കഴിഞ്ഞ ദിവസമേ ഞാൻ വായിച്ചപ്പോൾ എന്നെ വളരെ തൊടുവാനായിട്ട് ഇടയായി തോന്നുന്നു. അവിടെ സങ്കീർത്തനക്കാരൻ പറയാണ്, അതിന്റെ 5-ാം വാക്യം നമുക്ക് വായിക്കാം. സങ്കീർത്തനം 43-ന്റെ 5-ാം വാക്യം ഒന്ന് വായിച്ചാൽ. എന്റെ ആത്മാവെ നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നത് എന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, അവൻ എന്റെ മുഖപ്രകാശക രക്ഷയും എന്റെ ദൈവവുമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. അവിടെ ഹല്ലേലൂയ പറയാണ്, എന്റെ ആത്മാവേ നീ വിഷാദിച്ച ഉള്ളില് ഞരങ്ങുന്നത് ഒരു ചോദ്യത്തോടെയാണ് സങ്കീർത്തനക്കാരൻ അവിടെ തുടങ്ങുന്നത്. എന്നാൽ അതിനുശേഷം പറയാണ്, സങ്കീർത്തനക്കാരൻ തന്നെ പറയാണ്, ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. ഹല്ലേലൂയ, കർത്താവിൽ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. എന്നിട്ട് പറയണേ, അവന് എന്റെ മുഖപ്രകാശ രക്ഷയും എന്റെ ദൈവമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. 42-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ അത് തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും. എന്റെ ആത്മാവെ നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നത് എന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, അവൻ എന്റെ മുഖപ്രകാശക രക്ഷയും എന്റെ ദൈവവുമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. അപ്പോൾ ഇവിടെ ഹല്ലേലൂയ നമുക്ക് ഈ 2 സങ്കീർത്തനത്തിലും കാണുവാൻ സാധിക്കുന്നതായ ഒന്നിതാണ് ഹല്ലേലൂയ, അവന്റെ ആത്മാവ് എന്തുവാണ്? വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നതായ അനുഭവം. എന്നാൽ അതിന്റെ മധ്യത്തിലെ ദൈവത്തിലെ പ്രത്യാശ വെക്കുന്നതായ സങ്കീർത്തനക്കാരനെ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടെ ഹല്ലേലൂയ ഒരു കാര്യം ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, വിഷാദത്തോടെ നാം നോ പറയണം, പ്രത്യാശയോടെ നമ്മൾ യേശു പറയണം. ഇന്ന് പൽക്കാലം എത്ര പേര് വിഷാദത്തോടെ നോ പറയും? എത്ര പേര് ഹല്ലേലൂയ, ഈ സങ്കീർത്തനക്കാരൻ വലിയൊരു വിഷാദത്തിലായി, എന്നാൽ അവിടെ ആ വിഷാദത്തോടെ അദ്ദേഹം നോ പറയാണ്. ഹല്ലേലൂയ, അത് എന്നിലെ ഹല്ലേലൂയ ഹല്ലേലൂയ എന്നെ പിടിച്ചു കുലുക്കുവാനായിട്ട്, എന്നെ അമർത്തുവാനായിട്ട്, എന്നെ തകർക്കുവാനായിട്ട്, എന്നെ മുടിക്കുവാനായിട്ട് സാധിക്കയില്ല. ഹല്ലേലൂയ, ഞാൻ ദൈവത്തിലെത്തുവാണ്, പ്രത്യാശ വെക്കുകയാണ് എന്ന് തന്റെ ഇടത്തോടെ വിളിച്ചു പറയുന്ന സങ്കീർത്തനക്കാരനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. വിഷാദ രോഗികളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് ഈ കാലം. ഹല്ലേലൂയ, എവിടെ നോക്കിയാലും സൈക്കാട്രിക് ക്ലിനിക്കുകളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഈ രാജ്യത്ത് മാത്രമല്ല, ഇന്ത്യയിലും എന്തുവാണ് ഹല്ലേലൂയ വിഷാദ രോഗികളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സൈക്കാട്രിക് ക്ലിനിക്കുകളൊക്കെ പല സിറ്റികളിലും പല പട്ടണങ്ങളിലും എന്തുവാണ് ഹല്ലേലൂയ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് വിളിച്ചു പറയുന്നത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിഷാദത്തിൽ ജീവിക്കുന്നതായ ഒത്തിരി ആളുകളുണ്ട്. നമ്മൾ വിശ്വാസികൾ പോലും എന്തുവാണ് വിഷാദം നിറഞ്ഞവരായി ജീവിക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ വിഷാദത്തിന്റെ പിന്നില് വിഷാദം നമ്മളെ കാർന്ന് തിന്നുമ്പോൾ ഹല്ലേലൂയ ഒരു ദൈവ പൈതലിനെ അതിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട്, അതിൽ നിന്ന് സൗഖ്യം പ്രാപിക്കുവാനായിട്ട്, അതിൽ നിന്ന് പുറത്ത് വരുവാനായിട്ട് കർത്താവ് തന്നിരിക്കുന്നതായ ഒരു നങ്കൂരമാണ് ഹല്ലേലൂയ എന്ത്? പ്രത്യാശയുടെ നങ്കൂരം. ഇന്ന് പലകാലം ആ നങ്കൂരം ഞാൻ നീയും ഉപയോഗിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ വിഷാദത്തിൽ നിന്ന് നമുക്ക് പുറത്ത് വരുവാനായിട്ട് സാധിക്കും. ഇവിടെ ഒരു കാര്യം ഞാൻ പറയാം, ഈ വിഷാദത്തിൽ നമുക്ക് പുറത്ത് വരണമെങ്കിൽ ഒരു കാര്യം നമ്മൾ ചെയ്യണം. ഇന്നലകളിലെ നമ്മളെ നടത്തിയതായ ദൈവത്തിന്റെ വഴികളെ നമ്മൾ ഓർക്കണം. ഇന്നലകളിലെ ദൈവം നമ്മളെ നടത്തിയതായ വഴികളെ ഓർക്കുന്ന ഒരു വ്യക്തിക്ക് കഴിഞ്ഞ കാലങ്ങളിലെ എന്നെ സൗഖ്യമാക്കിയതായ, കഴിഞ്ഞ കാലങ്ങളിലെ എന്നെ വിടുവിച്ചതായ, കഴിഞ്ഞ കാലങ്ങളിലെ എന്നെ സഹായിച്ചതായ കർത്താവിന് ഹല്ലേലൂയ ഈ അവസരത്തിലും ഇന്നും എന്നെ വിടുവിക്കുവാനായിട്ട് ശക്തനാണ് എന്ന് നമ്മളെ കർത്താവിലെ വിശ്വസിക്കണം. അങ്ങനെ ഉള്ളവർക്ക് മാത്രമേ ആ വിഷാദത്തിലും എന്തുവാണ് ഹല്ലേലൂയ പ്രത്യാശ കർത്താവിൽ വയ്ക്കുവാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരന് ഇവിടെ 42-ാം സങ്കീർത്തനം അതിന്റെ 6-ൽ പറയുന്നുണ്ട്, ഹല്ലേലൂയ എന്റെ ദൈവമേ എന്റെ ആത്മാവ് എന്നിൽ വിഷാദിച്ചിരിക്കുന്നു. അതിനുശേഷം പറയാണ്, അതുകൊണ്ട് യോർദാൻ പ്രദേശത്തും ഹെർമോൻ പർവ്വതങ്ങളിലും മിസാർ മലയിലും വെച്ച് ഞാൻ നിന്നെ
ഓർക്കുന്നു. അപ്പോഴേ ഇവിടെ സങ്കീർത്തനക്കാരനോട് ഇതിനുള്ളതായ ദൂത് ഇതാണ്, ഹല്ലേലൂയ, നീ വിഷാദിച്ചിരിക്കുന്നു, എന്നാൽ ഈ വിഷാദത്തിന്റെ മധ്യത്തിലെ ഹല്ലേലൂയ നീ യോർദാൻ പ്രദേശത്തെ നോർക്കണം, ഹെർമോൻ പർവ്വതങ്ങളെ നീ നോർക്കണം, മിസാർ മലയെ നീ നോർക്കണം. എന്തുകൊണ്ടാണ് യോർദാനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, യോശുവയുടെ പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, കൊയ്ത്തുകാലത്തൊക്കെയും യോർദാൻ തീരമെല്ലാം കവിഞ്ഞ് ഒഴുകും, പെട്ടകം ചുമന്ന് പുരോഹിതന്മാരുടെ കാല് വെള്ളത്തിൽ വക്കത്ത് മുങ്ങിയപ്പോൾ മേൽവെള്ളത്തിന്റെ ഒഴുക്ക് നിന്നു. അവിടെ ഹല്ലേലൂയ ദൈവജനങ്ങളെ കണ്ടതായ വലിയ അത്ഭുതമാണ്. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ വിഷാദിച്ചിരിക്കുന്നതായ സങ്കീർത്തനക്കാരന്, എന്റെ ദൈവമേ, എന്റെ ആത്മാവേ, എന്നിൽ വിഷാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഹല്ലേലൂയ യോർദാനെ ഒന്ന് ഓർക്കുവാനായിട്ട് ഹല്ലേലൂയ പറയാണ്. എന്തുകൊണ്ട് യോർദാനെ ഓർക്കണം? ദൈവമക്കളെ, ഇസ്രായേൽ മക്കളെ യാത്ര ചെയ്ത് യോർദാന്റെ തീരത്ത് എത്തി. അക്കരെ കടന്നു കഴിഞ്ഞാൽ കനാൻ ദേശമാണ്. എന്നാൽ കടക്കുവാൻ ഒരു മാർഗവുമില്ല. ഹല്ലേലൂയ. വേനൽക്കാലത്ത് പോലും കര കവിഞ്ഞ് ഒഴുകുന്നായ യോർദാനെ കണ്ട് അവർ ഭയപ്പെടുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ പുരോഹിതന്മാരുടെ അവരുടെ കാല് വെള്ളത്തിൽ ഹല്ലേലൂയ വെച്ചു കഴിഞ്ഞപ്പോഴേ അവിടെ അത്ഭുതം നടക്കുകയാണ്. ഹല്ലേലൂയ. ചിറ പോലെ ഹല്ലേലൂയ ആ വെള്ളം നിന്ന് അക്കരെ ദൈവത്തിന്റെ മക്കളെ എത്തിയതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ഹല്ലേലൂയ ഇവിടെ പറയാണ്, നിങ്ങളെ യോർദാൻ പ്രദേശത്തെ ഒന്ന് ഓർക്കണം. ഹല്ലേലൂയ. യോർദാനിലെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തായ അത്ഭുതങ്ങളെ നിങ്ങളെ മറന്നു കളയരെ. ഇന്നലകളിലെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്തായ അത്ഭുതങ്ങളെ ദൈവമക്കളെ ഓർക്കുമ്പോൾ എന്തുമാണ്? നമ്മുടെ പ്രത്യാശ വർദ്ധിക്കുവാനിടയായിത്തീരും. എന്നിട്ട് പറയാണ്, ഹെർമോൻ പർവ്വതങ്ങളിലും. അപ്പോൾ ഹെർമോൻ പർവ്വതങ്ങളെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ യോശുവയുടെ പുസ്തകം 12-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം വായിക്കാം. അവിടെ വളരെ വ്യക്തമായി എഴുതിയിട്ട്, ഹെർമോൻ പർവ്വതത്തിലെ ഇസ്രായേൽ മക്കളെ ശക്തരായ പല രാജാക്കന്മാരെയും തോൽപ്പിച്ചതായ ഒരു സ്ഥലമാണ് ഹെർമോൻ പർവ്വതം. കർത്താവ് അവർക്ക് വലിയ ജയം കൊടുത്തു. വായിച്ചാട്ടോ. ഇസ്രായേൽ മക്കൾ യോർദാൻ അക്കരെ കിഴക്ക് അർണോൻ താഴ്വര മുതൽ ഹെർമോൻ പർവ്വതം വരെയുള്ള രാജ്യവും കിഴക്കേ അരാബ മുഴുവൻ കൈവശമാക്കുകയിൽ സംഹരിച്ചു കളഞ്ഞ തദ്ദേശ രാജാക്കന്മാർ ഇവർ ആകുന്നു. ഹെശ്ബോനിൽ പാർത്തിരുന്ന അമോര്യ രാജാവായ സീഹോൻ, അവൻ അർണോൻ ആറ്റുവക്കത്തുള്ള അരോവർ മുതൽ താഴ്വരയുടെ മധ്യഭാഗവും ഗിലെയാദിന്റെ പാതിയും അമോന്യരുടെ അതിരായ യാബോക് നദി വരെയും കടലും അരാബയിലെ കടലായ ഉപ്പുകടലും വരെ ബേത്ത് യെശീമോത്തോളം ഉള്ള കിഴക്കേ അരാബയും പിസ്ഗാചിരവിന്റെ താഴെ തേമാനും വാണിരുന്ന ബാഷാൻ രാജാവായ ഓഗിന്റെ ദേശവും അവർ പിടിച്ചടക്കി. അപ്പോൾ ഇവിടെ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി രാജാക്കന്മാര് അവരുടെ ശത്രുക്കളായിരുന്നതായ ഇസ്രായേൽ മക്കളുടെ ശത്രുക്കൾ എന്ന് പറഞ്ഞതായ പല രാജ്യങ്ങളെയും പല ജാതികളെയും എന്താണ് അവരെ കീഴടക്കിയതായ ഒരു പർവ്വതമാണ് ഹെർമോൻ പർവ്വതം. അതുകൊണ്ടാണ് 136-ാം സങ്കീർത്തനം 17 മുതൽ 20 വായിക്കുമ്പോൾ ദൈവത്തോട് ഇസ്രായേൽ മക്കളെ നന്ദി പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ബാഷാൻ രാജന്മാരെയും ഓഗിനെയും ഹല്ലേലൂയ മറ്റു പല രാജാക്കന്മാരെയും ഹല്ലേലൂയ കീഴടക്കുവാനായിട്ട് അവർക്ക് സാധിച്ചതായ ഒരു പർവ്വതമാണ് ഹെർമോൻ പർവ്വതം. ഞാൻ നിങ്ങളുടെ ശത്രുക്കളുടെ മേൽ എന്തുവാണ്? ഞാൻ നിങ്ങൾക്ക് ജയം തന്നു. അത് നിങ്ങളെ മറന്നു പോകല്ലേ. ഇന്നലകളെ നിങ്ങളെ ഓർക്കണം. അതിനുശേഷം വീണ്ടും നമ്മൾ വായിക്കുന്നു, മിസാർ മലയിൽ വെച്ച് ഞാൻ നിന്നെ ഓർക്കുന്നു. മിസാർ മല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീനായ് മലയോടെ ചേർന്ന് കിടക്കുന്നതായ ഒരു മലയാണ് ഈ മിസാർ മല. സീനായ് മലയും ഈ മിസാർ മലയും ഒന്നാണെന്ന് ചിന്തിക്കുന്നവരുണ്ട്, ഒന്നാണെന്ന് പറയുന്നവരുമുണ്ട്. എന്നാൽ പ്രിയമുള്ളവരെ, അവിടെ മോശയ്ക്ക് ദൈവം എന്തുവാണ് പ്രമാണം കൊടുത്തു, അല്ലെ കൽപ്പന കൊടുത്തു, വചനം കൊടുത്തായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ വചനം ഞാൻ നിങ്ങൾക്ക് തന്നു. ഹല്ലേലൂയ. നിങ്ങൾ എന്തുവാണ്? ഹല്ലേലൂയ. യോർദാനെ വറ്റിച്ച് ഞാൻ നിങ്ങളെ അക്കരെ കൊണ്ടുപോയി വലിയ അത്ഭുതം ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ നടത്തി. ആ ഇന്നലകളെ നിങ്ങൾ മറക്കല്ലേ എന്ന് പറയാണ്. ഹല്ലേലൂയ. അതുപോലെ തന്നെ വീണ്ടും പറയാണ്, ഹല്ലേലൂയ, ഹെർമോൻ പർവ്വതങ്ങളിൽ വെച്ച് നിങ്ങളുടെ ശത്രുക്കളെ ഞാൻ നിങ്ങൾക്ക് കീഴടക്കുവാനായിട്ട് ഇടയാക്കി തന്നു. ഹല്ലേലൂയ. നിങ്ങൾ അവരെ കീഴടക്കി. ഹല്ലേലൂയ. നിങ്ങൾ അവരുടെ മേലെ നിങ്ങൾക്ക് വലിയ ജയം ഞാൻ തന്നു. ആ ജയം നിങ്ങളെ ഒരിക്കലും മറക്കല്ലേ. ഹല്ലേലൂയ. മിസാർ മലയിൽ വെച്ച് ഹല്ലേലൂയ സീനായ് മലയിൽ വെച്ച് ഞാൻ നിങ്ങൾക്ക് പ്രമാണം തന്നു, വചനം തന്നു. അത് നിങ്ങൾ മറക്കല്ലേ. 119-ാം സങ്കീർത്തനം അതിന്റെ 74 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, തിരുവചനത്തിൽ ഞാൻ പ്രത്യാശ വെച്ചിരിക്കാല് നിന്റെ ഭക്തന്മാര് എന്നെ കണ്ട് സന്തോഷിക്കും. അപ്പോൾ തിരുവചനത്തിൽ എന്തുവാണ്? ദൈവമക്കൾ പ്രത്യാശ വെക്കണം.
ഹല്ലേലൂയ. ഈ വചനം നമ്മൾ വായിക്കുമ്പോൾ എന്തുവാണ്? ഹല്ലേലൂയ, നമ്മുടെ പ്രത്യാശ വർദ്ധിക്കണം. തിരുവചനത്തിൽ നിനക്ക് പ്രത്യാശ വെക്കണമെങ്കിൽ എന്തുവാണ്? ഹല്ലേലൂയ, ഇത് വായിക്കുമ്പോൾ, ഇത് ധ്യാനിക്കുമ്പോൾ, ഇത് പഠിക്കുമ്പോൾ, ഹല്ലേലൂയ, ഇത് ഉരുടുമ്പോൾ, ഹല്ലേലൂയ, നമ്മുടെ പ്രത്യാശ വർദ്ധിക്കണം. 39-ാം സങ്കീർത്തനം അതിന്റെ 7 നമ്മൾ വായിക്കുന്നു. എന്നാൽ കർത്താവേ, ഞാൻ ഏതിനായി കാത്തിരിക്കുന്നു? എന്നിട്ട് പറയാണ്, നിന്റെ പ്രത്യാശ നിങ്ങൾ വച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ സങ്കീർത്തനക്കാരൻ പറയാണ്, ഞാൻ ഏതിനായി കാത്തിരിക്കുന്നു. ഹല്ലേലൂയ. എന്നാൽ എന്റെ പ്രത്യാശ നിന്നില് വച്ചിരിക്കുന്നുവെന്ന് പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇന്ന് പൽക്കാലം ഹല്ലേലൂയ, പഴയ നിയമത്തിലെ പുരോഹിതന്മാരെ അവിടെ കാല് ചവിട്ടിയപ്പോൾ ആ വെള്ളം, മേൽവെള്ളം മാറി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് ചെറ പോലെ നിന്ന് ഇസ്രായേൽ മക്കളെ ഹല്ലേലൂയ യോർദാനെ കടന്ന് അക്കരെ കനാൻ ദേശത്ത് കടന്നുവെങ്കിൽ വലിയ ഹല്ലേലൂയ അത്ഭുതം കർത്താവ് ചെയ്തുവെങ്കിൽ ഇന്ന് പൽക്കാലം ഹല്ലേലൂയ എത്ര പേര് ഹല്ലേലൂയ പ്രശ്നങ്ങളെ കണ്ടുകൊണ്ട് ഹല്ലേലൂയ യോർദാനെ പോലെ ഒഴുകുന്നതായ പ്രശ്നങ്ങളെ നിന്റെ മുൻപിൽ നീ കാണുന്നുവെങ്കിൽ വിശ്വാസത്താൽ എത്ര പേരൊന്ന് കാലെടുത്ത് വെക്കും. ഹല്ലേലൂയ. പഴയ നിയമ ഹല്ലേലൂയ പുരോഹിതന്മാർക്ക് അത് ചെയ്തുവെങ്കിലേ പുതിയ നിയമത്തിലെ നമ്മളെ കുറിച്ച് പറയുന്നത് എന്തുവാണ്? നമ്മളും രാജകീയ പുരോഹിതന്മാരാണെന്നാണ് പത്രോസ് പറഞ്ഞത്. അപ്പോൾ പുതിയ നിയമത്തിൽ ഹല്ലേലൂയ ഞാനും നീയും പുരോഹിതന്മാരാണ്. അതുകൊണ്ട് പഴയ നിയമത്തിലെ പുരോഹിതന്മാർക്ക് മാത്രം കാല് വെക്കുമ്പോഴല്ല അത്ഭുതം നടക്കുന്നത്. പുതിയ നിയമത്തിലെ പുരോഹിതനായ ഞാനും നീയും എന്തുവാണ്? നമ്മുടെ കാല് വിശ്വാസത്താൽ എടുത്തു വെക്കുമ്പോൾ അത്ഭുതം നടക്കുമെന്ന് വിശ്വസിക്കുന്നതായ ദൈവമക്കൾ ഒന്ന് കർത്താവിന് കരമുയർത്തി സ്തോത്രം ചെയ്യട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ദിവസങ്ങൾ ഹല്ലേലൂയ, ഹല്ലേലൂയ പുതിയ നിയമ പുരോഹിതന്മാരായ നമ്മളെ ഹല്ലേലൂയ വിശ്വാസത്താൽ ചില കാലുകളെ സ്റ്റെപ്പുകൾ എടുത്തു വെക്കണം. ഹല്ലേലൂയ. പ്രത്യാശയില്ല എന്ന് ശത്രു നമ്മുടെ ചെവിയിൽ മന്ത്രിക്കുമ്പോൾ, പ്രത്യാശയില്ല എന്ന് ലോകം പറയുമ്പോൾ, പ്രത്യാശയില്ല എന്ന് അയൽവക്കക്കാർ പറയുമ്പോൾ, പ്രത്യാശയില്ല എന്ന് മറ്റു ചിലര് വിളിച്ച് പറയുമ്പോൾ, ഹല്ലേലൂയ പ്രത്യാശയ്ക്ക് വകയുള്ളതായ ഒരേ ഒരു കൂട്ടരെ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ മക്കളാണ്. ചിലപ്പോൾ ഡോക്ടർമാർ പറയും ഒരു പ്രത്യാശയ്ക്കും വകയില്ല എന്ന് പറയും. എന്നാൽ ഹല്ലേലൂയ എത്രയോ കേസുകളെ കർത്താവ് പ്രത്യാശ തന്ന് സൗഖ്യം അയച്ചിരിക്കുന്നു. ഇന്ന് കാലം ആ കർത്താവ് എനിക്ക് വേണ്ടി നിനക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ ഒന്ന് കർത്താവിന് കരം വിളിച്ചൊന്ന് സ്തോത്രം ചെയ്യാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മള് ഈ അപ്പോസ്തലപ്രവൃത്തി 27-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കർത്താവിന്റെ ദാസന് പൗലോസിന്റെ റോമിലേക്കുള്ളതായ യാത്രയെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. 276 പേര് ആ കപ്പലിൽ ഒന്നിച്ച് യാത്ര ചെയ്യുന്നു. നമുക്കറിയാം അവിടെ സംഭവിച്ചത് നങ്കൂരമിട്ടു. 27-ാം അധ്യായം 13-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഹല്ലേലൂയ കോള് ഇളക്കം ഉണ്ടായപ്പോൾ കപ്പലിൽ ഹല്ലേലൂയ ഈശാനമൂലം അടിച്ചു കഴിഞ്ഞപ്പോൾ അവർ നങ്കൂരം എന്താണ് ഇറക്കിയെന്ന് കാണുവാൻ സാധിക്കുന്നുണ്ട്. നങ്കൂരം ഇട്ടു. അതിനുശേഷം അല്പം ശാന്തമായപ്പോൾ വീണ്ടും നങ്കൂരം എടുത്തവരുടെ യാത്ര മുന്നോട്ട് ഹല്ലേലൂയ തുടങ്ങുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ഈശാനമൂലൻ വീണ്ടും അടിക്കുന്നു. സൂര്യനെ കണ്ടിട്ട് 14 ദിവസങ്ങളായി. അതുപോലെ തന്നെ ഭക്ഷണങ്ങൾ കഴിച്ചിട്ട് അനേക ദിവസങ്ങളായി. കാര്യം ഭക്ഷണ സാധനങ്ങളൊക്കെ കപ്പലിൽ നിന്നെടുത്ത് കളഞ്ഞു. കാര്യം ഹല്ലേലൂയ ഭാരം കുറയ്ക്കുവാനായിട്ട് ഹല്ലേലൂയ. അങ്ങനെ അവരുടെ ജീവന് പ്രാണഹാനി വരുമോ എന്ന് ചിന്തിച്ച് വിഷമിക്കുന്നതായ 276 പേര് ആ കപ്പലിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ പൗലോസ് ഹല്ലേലൂയ പ്രത്യാശയുള്ളതായ ആ മനുഷ്യനെ ആ കപ്പലിൽ ഉണ്ടായിരുന്നത് കാരണം അവരോട് പറയുന്ന ഒരു ഭാഗമുണ്ട്, കപ്പലിനല്ലാതെ നിങ്ങളുടെ പ്രാണന് ഹാനി വരികയില്ല എന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൂതനെ കടന്നു വന്ന് പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരോട് പറഞ്ഞതാണ്? പൗലോസിനോട് പറഞ്ഞു ഹല്ലേലൂയ പൗലോസേ നീ ഭയപ്പെടേണ്ട എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. അത് തന്നെ ഹല്ലേലൂയ പൗലോസ് ആ ഹല്ലേലൂയ ആ ശബ്ദം കേട്ടതായ പൗലോസിന് വലിയ പ്രത്യാശ ഉണ്ടാകുവാനായി ഇടയായിരുന്നു. ആ പ്രത്യാശ നിറഞ്ഞ പൗലോസ് ഇപ്പോൾ അവരോട് പറയാണ്, കപ്പലിനല്ലാതെ നിങ്ങളുടെ പ്രാണന് ഹാനി വരികയില്ല എന്നെന്തുവാണ് ഉറപ്പിച്ചു പറയുന്നതായ പൗലോസിനെ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ പൗലോസ് ഒരു വലിയ പ്രത്യാശ അവർക്ക് കൊടുക്കുന്ന നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ദൈവമക്കളായ നമ്മൾ എന്തുവാണ്? മറ്റുള്ളവർക്ക് പ്രത്യാശ കൊടുക്കുന്നവരാകണം.
പൗലോസ് ഈ 276 പേർ ആ കപ്പലുള്ളവർക്ക് എന്തുവാണ്, അവരെ കുറിച്ച് പറയുന്ന ആശയെല്ലാം അറ്റുപോയെന്ന് എഴുതിയിരിക്കുന്നത്. ആശ അറ്റുപോയ ആളുകൾക്ക് എന്തുവാണ്, ഹല്ലേലൂയ, ആ പൗലോസ് ആ കപ്പലിൽ എന്തുവാണ് പ്രത്യാശ കൊടുക്കുവാൻ ഇടയായി തീർന്നു. ഇന്ന് പലകാലം നമ്മൾ ഏത് പട്ടണത്തിൽ ജീവിച്ചു കഴിഞ്ഞാലും, ഏത് ജോലി സ്ഥലത്ത് നമ്മൾ ജോലി ചെയ്ത് കഴിഞ്ഞാലും, ഏത് കുടുംബത്തിൽ നമ്മൾ ജീവിച്ചു കഴിഞ്ഞാലും, എവിടെ നമ്മൾ പോയി കഴിഞ്ഞാലും നമ്മളെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത് പൗലോസിനെ പോലെ നമ്മൾ പ്രത്യാശ കൊടുക്കുന്നവരായിരിക്കണം. നമ്മുടെ വാക്കുകൾ പ്രത്യാശയോടുള്ള വാക്കുകളാണ്. ഞാൻ വിശ്വസിക്കുന്നു പ്രത്യാശ ഹല്ലേലൂയ ഉള്ള ഒരു വ്യക്തി ഒരു കുടുംബത്തിലുണ്ടെങ്കിൽ തന്നെ വ്യത്യാസമാണ്. പ്രത്യാശയുടെ വാക്കുകൾ പറയുന്നതായ ഒരു വ്യക്തി ഒരു കുടുംബത്തിൽ ഉണ്ടെങ്കിൽ തന്നെ വലിയ അനുഗ്രഹങ്ങളാണ്. ഈ ദിവസങ്ങളിൽ നമ്മുടെ ഭവനങ്ങളിൽ എന്തുവാണ് പ്രത്യാശയുടെ വാക്കുകൾ പറയാം. ശാപത്തിന്റെ വാക്കുകളല്ല, നെഗറ്റീവ് വാക്കുകളല്ല. ഹല്ലേലൂയ, പ്രത്യാശയുടെ വാക്കുകൾ നമുക്ക് സംസാരിക്കാം. പ്രശ്നം കണ്ടുകൊണ്ട് അന്യോന്യം കുറ്റം പറയാതെ ഈ ദിവസങ്ങളിൽ പ്രത്യാശ നിറഞ്ഞവരായിട്ട് പ്രത്യാശയുടെ ഉടമയായ ഹല്ലേലൂയ, പ്രത്യാശയുടെ ക്രിസ്തു എന്നിലും നിന്നിലും വസിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ, പ്രത്യാശയുടെ നങ്കൂരം എനിക്കും നിനക്കും കർത്താവ് തന്നിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ, ആ പ്രത്യാശയുടെ വാക്കുകളെ ഞാൻ നീയും സംസാരിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ, അത് ഹല്ലേലൂയ ചിലതൊക്കെ ക്രിയേറ്റ് ചെയ്യും. ഹല്ലേലൂയ, പ്രത്യാശയില്ലാത്തവർക്ക്, ആശയില്ലാത്തവർക്ക് ആശ കൊടുക്കും. ഹല്ലേലൂയ, നീ പ്രത്യാശയുടെ വാക്കുകൾ സംസാരിക്കുമ്പോൾ ഈ ദിവസങ്ങളിൽ നമ്മുടെ പ്രാർത്ഥന അതായിരിക്കട്ടെ. ഹല്ലേലൂയ, കർത്താവേ, ഞാൻ എവിടെയായിരുന്നു കഴിഞ്ഞാലും ഹല്ലേലൂയ അവിടെയെല്ലാം പ്രത്യാശയുടെ ദൂതുവാഹിയായിട്ട് പ്രത്യാശയുടെ വാക്കുകൾ സംസാരിക്കുന്ന വ്യക്തിയായി കർത്താവേ എന്നെ നീ തീർക്കണമേ എന്ന് പറയുന്നുവെങ്കിൽ ഹല്ലേലൂയ, തീർച്ചയായിട്ടും നിന്റെ വാക്കുകളിൽ ഹല്ലേലൂയ ചിലരെ തൊടുവാനായിട്ട് സാധിക്കും. ഇത് പ്രത്യാശയുടെ ദൂതാണ്. സുവിശേഷം എന്ന് പറയുന്നത് പ്രത്യാശയുടെ ദൂതാണ്. ഹല്ലേലൂയ, സുവിശേഷം എന്ന് പറയുന്നത് പ്രത്യാശ നൽകി തരുന്നതായ ദൂതാണ്. ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച വടക്കേ ഇന്ത്യയിലായിരുന്നപ്പോൾ എന്നെ ചിന്തിപ്പിച്ചതായ ഒരു കാര്യമുണ്ട്. ഇത്രയും വലിയ ജനക്കൂട്ടം അവിടെ ഒന്ന് കർത്താവിനെ ആരാധിക്കുന്ന കാണുവാൻ ഇടയായിട്ടുണ്ട്. നല്ലൊരു ഭാഗം ആളുകളും പാപങ്ങളായ ആളുകളാണ്. നമ്മൾ താമസിക്കുന്ന പോലുള്ളതായ താമസസൗകര്യങ്ങളൊന്നും തന്നെ അവർക്കില്ല. പലരും പല കുടിലുകളിലാണ് പാർക്കുന്നത്. പൈസ ഉള്ളവരും പൈസ ഇല്ലാത്തവരും നല്ല വീടുകളിൽ താമസിക്കുന്നവരൊക്കെ ആ ഒരു മിക്സഡ് ക്രൗഡാണ്. എന്നാൽ നല്ലൊരു ഭാഗം, ഒരു 80% ആളുകളും അവിടെ കടന്നു വരുന്നവരൊക്കെയാണ്. നമുക്കുള്ളതുപോലെ ഒന്നും തന്നെ ഉണ്ടെന്ന് പറയാൻ സാധിക്കുകയില്ല. ചെറിയ ചെറിയ കുടിലുകളിൽ താമസിക്കുന്നത്, പശുവിനെ കറന്ന് ആ പാല് കൊടുത്തെങ്കിൽ മാത്രമേ അവർക്ക് ചിലപ്പോൾ ആഹാരം വാങ്ങുവാൻ നിവൃത്തിയുള്ളൂ. ഹല്ലേലൂയ, അല്പം ലാൻഡ് ഉണ്ടെങ്കിൽ പിള്ളേരെ പോലും സ്കൂളിൽ വിടാതെ അവർ പിള്ളേരും ഹല്ലേലൂയ അപ്പനും അമ്മയും എല്ലാം കൂടെ ഒന്നിച്ച് എന്തെങ്കിലും ജോലി ആ പറമ്പിൽ ചെയ്തെങ്കിൽ മാത്രമേ എന്തെങ്കിലും വിളയിച്ച് എടുക്കുവാനായിട്ട് അങ്ങനെ കഷ്ടപ്പെടുന്നതായ ഒരു കൂട്ടം ആളുകളാണ് അവിടെ കടന്നു വന്നത്. എന്നാൽ അവരുടെ ആരാധന കണ്ടിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഹല്ലേലൂയ, ആരും ഇത്രയും പേര് അവിടെ കടന്നു വന്ന് എന്നെ കണ്ടെങ്കിൽ തന്നെയും ഒരു വ്യക്തി പോലും കടന്നു വന്ന് എന്നോടൊരു 10 രൂപ ചോദിക്കുകയോ ഒരാവശ്യം പറയുകയോ ചെയ്യുന്നത് ഹല്ലേലൂയ എനിക്ക് കാണുവാൻ സാധിച്ചില്ല. എന്നാൽ പ്രിയമുള്ളവരെ, അവർ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ആത്മാർത്ഥമായിട്ടൊരു കർത്താവിനെ സ്തുതിക്കുകയാണ്. എന്നാൽ ഒരു കാര്യം എന്തുമാണ് എനിക്ക് മനസ്സിലായതെന്നാണ്, അല്പമേ അവർക്കുള്ളൂ എങ്കിൽ തന്നെയും അവർക്കൊരു വലിയ പ്രത്യാശയുണ്ട്. അവരുടെ പ്രത്യാശ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹല്ലേലൂയ, ഞങ്ങളുടെ കഷ്ടങ്ങളെല്ലാം മാറും. ഹല്ലേലൂയ, ഞങ്ങളുടെ ഈ ഞെരുക്കങ്ങൾ മാറും. ഞങ്ങളുടെ രോഗങ്ങൾ മാറും. ഞങ്ങൾക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ഞങ്ങൾ ഞെരുക്കത്തിലാണ് ജീവിക്കുന്നത്. എന്നാൽ കർത്താവ് കടന്നു വരുമ്പോൾ ഞങ്ങളുടെ ഞെരുക്കം മാറും. ഹല്ലേലൂയ, അങ്ങനെ ഞങ്ങളുടെ ഞെരുക്കത്തെ കർത്താവ് മാറ്റും. ഞങ്ങളുടെ കർത്താവിനോടുകൂടെ ആയിരിക്കുവാൻ ഞങ്ങൾ പോവുകയാണ്. ഹല്ലേലൂയ, ഒരു വലിയ പ്രത്യാശയുള്ളതായ ജനസമൂഹത്തെ കാണുവാൻ എനിക്കിടയായി. പ്രിയമുള്ളവരെ, പ്രത്യാശയാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഹല്ലേലൂയ, മെയ് മാസം 29, 1953 എഡ്മണ്ടൻ ഹിലാരി ഹല്ലേലൂയ ഈ എവറസ്റ്റ് കൊടുമുടി അതിന്റെ പീക്കില്, അതിന്റെ ഏറ്റവും മുകളിൽ കയറുവാനായിട്ട് ഇടയായി തീർന്നത്. അദ്ദേഹമേ ഹല്ലേലൂയ തൻ്റെ ഒരനുഭവത്തില് താന് ഒരു ഇന്റർവ്യൂവില് പറയുണ്ടായി. ഇങ്ങനെയാണ് താൻ പറഞ്ഞിരിക്കുന്നത്. താന് ഈ ഹല്ലേലൂയ പർവ്വതം കയറി മുന്നോട്ട് പോയപ്പോൾ സ്ലിപ്പ് ചെയ്ത് വീണു. എന്നാൽ വീണ്ടും എഴുന്നേറ്റ് താന് ഹല്ലേലൂയ കയറി ഹല്ലേലൂയ മുകളിലേക്ക് പോവുകയാണ്. അങ്ങനെ പല പ്രാവശ്യം താന് സ്ലിപ്പ് ചെയ്ത്, എന്നാൽ പലപ്പോഴും തൻ്റെ ഹൃദയത്തിൽ പറയുണ്ടായി, നീ തിരിച്ചു പോ, ഇത് അപകടമാണ് എന്ന് തൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ ശബ്ദങ്ങൾ ഉരുവാൻ തുടങ്ങി. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ
താൻ ഇങ്ങനെയാണ് പറഞ്ഞത്, എൻ്റെ ഈ പർവ്വതം കയറുവാനുള്ളതായ, എവറസ്റ്റ് കയറുവാനുള്ളതായ ശത്രു എന്തുവാണ്? എന്നിൽ തന്നെയായിരുന്നു മന്ത്രിച്ചുകൊണ്ടിരുന്നത്. നീ തിരിച്ചു പോ. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ തൻ്റെ ഹൃദയത്തിൽ മറ്റൊരു ശബ്ദം താൻ കേൾക്കുവാൻ ഇടയായിത്തീർന്നു. ആ ശബ്ദം ഇങ്ങനെയായിരുന്നു, യു വിൽ മേക്ക് ഇറ്റ്, യു ക്യാൻ മേക്ക് ഇറ്റ്, നിനക്കിത് കയറാം എന്നുള്ളതായ ശബ്ദം താൻ കേട്ടപ്പോൾ വീണ്ടും എന്താണ് ക്ലൈംബ് ചെയ്ത് എവറസ്റ്റിന്റെ പീക്കിൽ അദ്ദേഹമേ ഹല്ലേലൂയ എത്തുവാനായിട്ട് ഇടയായിത്തീർന്നു. ഈ ദിവസങ്ങൾ പ്രിയമുള്ളവരെ നമ്മളെ പുറകോട്ട് പിടിച്ചു വലിക്കുന്ന ശബ്ദങ്ങൾ കണ്ണടയ്ക്കാം. ഒരു ദിവസം നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇന്ന് പോൽക്കാലം എത്ര പേര് ഹല്ലേലൂയ ഇന്ന് പോൽക്കാലം ഹല്ലേലൂയ കേട്ടപ്പെട്ടതായ ദൈവത്തിന്റെ വചനത്തിന് മുമ്പാകെ ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം പ്രത്യാശയോടെ ആയിരിക്കുന്നു. കാർമേഘം മാറുന്നത് പോലെ കർത്താവ് ചില പ്രശ്നങ്ങളെ ഹല്ലേലൂയ എന്നിൽ നിന്ന് മാറ്റുവാൻ പോവുകയാണെന്ന് പ്രത്യാശയോടെ വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഞാൻ പ്രത്യാശയുടെ നങ്കൂരം ഉപയോഗിക്കുന്നു പറയുന്നതായ എത്ര പേരുണ്ട്? ഹല്ലേലൂയ പ്രത്യാശയുടെ നങ്കൂരം കർത്താവ് എനിക്കും നിനക്കും തന്നിരിക്കുന്നത് പ്രശ്നങ്ങളുടെ മധ്യത്തിൽ ഹല്ലേലൂയ അത് ഉപയോഗിക്കുവാൻ വേണ്ടിയാണ്. ഇന്ന് പോൽക്കാലം ആ നങ്കൂരം ഉപയോഗിച്ചുകൊണ്ട് ഞാൻ തുഴഞ്ഞ് ഹല്ലേലൂയ ഞാൻ ഈ കപ്പലിലെ യാത്ര ചെയ്ത് അങ്ങേ തുറമുഖത്ത് ഞാൻ എത്തിച്ചേരുമെന്ന് ഇന്ന് പോൽക്കാലം നമുക്ക് പറയാം. ഹല്ലേലൂയ ഈ ലോകസാഗരത്തില് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ പ്രതികൂലങ്ങളുണ്ട്. വേലി ഏറ്റമുണ്ടാകാം, വേലി ഇറക്കമുണ്ടാകാം, കോളിളക്കമുണ്ടാകാം. ഹല്ലേലൂയ ഈശാനമൂലനെ അടിച്ചെന്നിരിക്കാം. എന്നാൽ ഇന്ന് പോലക്കാലം നമ്മോട് തന്നെ നമുക്ക് പറയാം, കർത്താവേ നീ തന്നിരിക്കുന്നതായ പ്രത്യാശയുടെ നങ്കൂരത്തിനായി നന്ദി പറയാം. ഈ പ്രത്യാശ കർത്താവ് തന്നില്ലായിരുന്നെങ്കിൽ നമ്മൾ ഇവിടെ പോയി അവസാനിച്ചേനെ. നമ്മളൊക്കെ വിഷാദം നിറഞ്ഞവരായി ഹല്ലേലൂയ എവിടെയൊക്കെ ഒതുങ്ങിക്കൂടിയേനെയും ഹല്ലേലൂയ. എന്നാൽ ഇന്ന് പോൽക്കാലം ഈ പ്രത്യാശയാൽ നമ്മളെ നിറച്ച് പ്രത്യാശയായ ക്രിസ്തു എന്നിലും നിന്നിലും വസിക്കുന്നു. ഹല്ലേലൂയ ഈ പ്രത്യാശ കർത്താവ് നമുക്ക് തന്നതിനായി നമുക്ക് നന്ദി പറയാം. ഈ ദിവസങ്ങളിൽ എത്ര പേര് പറയും ഞാൻ പ്രത്യാശയുടെ നങ്കൂരം ഉപയോഗിക്കുന്നു? ഇന്ന് പലക്കാലം ആ പുരോഹിതന്മാര് അവരുടെ കാല് വെച്ചതുപോലെ എത്ര പേര് വിശ്വാസത്താല് പ്രത്യാശയോടെ ഇന്ന് പലക്കാലം ചില കാലുകൾ എടുത്തു വയ്ക്കും? എത്ര പേര് കർത്താവ് ഞാൻ ചില സ്റ്റെപ്പുകൾ എടുക്കുവാൻ പോവുകയാണ്, നീ അത് ചെയ്യുമെന്നുള്ളതായ പ്രത്യാശയോടെ കർത്താവ് ഞാൻ ഒരു സ്റ്റെപ്പ് എടുക്കുവാൻ പോവുകയാണെന്ന് ഇന്ന് പോൽക്കാലം എത്ര പറയും? നീ സ്റ്റെപ്പ് എടുക്കുന്നുവെങ്കിൽ അടുത്ത സ്റ്റെപ്പ് കർത്താവ് കാണിച്ചു തരും. ഹല്ലേലൂയ അടുത്ത സ്റ്റെപ്പ് വീണ്ടും കർത്താവ് കാണിച്ചു തരും. നീ മുന്നോട്ട് തന്നെ പോകും, നീ തളരുകയില്ല. ഹല്ലേലൂയ നീ അവസാനിക്കയില്ല. ഹല്ലേലൂയ പ്രത്യാശയോടെ നിനക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഹല്ലേലൂയ ഇന്ന് പോൽക്കാലം നമ്മളെ തന്നെ അതിനായിട്ട് വിട്ടുകൊടുക്കാം. താങ്ക് യു ജീസസ്.